ഒരാൾ 2 നില വീട് അതിമനോഹരമായി പണിതീർത്തു. എന്നാൽ വീട് താമസത്തിന് തലേ ദിവസം പുതിയ വീട് നിലം പതിക്കുകയാണ്. വളരെയധികം വിഷമത്തോടുകൂടെ നാട്ടുകാരെല്ലാം നിലം പതിച്ച വീട് കാണാൻ വരികയാണ്. എന്നാൽ വീടിൻ്റെ ഉടമ വന്നവരെയെല്ലാം നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ലഡു കൊടുക്കുകയാണ്. അത് കണ്ടുനിന്ന ആളുകൾ അയാളെ നോക്കി പറയുന്നുണ്ട്, അതിമനോഹരമായി വീട് പണിതിട്ട് പാർക്കാൻ പറ്റാത്ത വിഷമത്തിൽ അയാൾക്ക് വട്ടായിപ്പോയി എന്ന്. അതിലൊരാൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും മനോഹരമായി പണിതീർത്ത വീട്ടിൽ ഒരു ദിവസം പോലും താമസിക്കാൻ കഴിയാതിരുന്നിട്ടും എന്തേ നിങ്ങൾ ചിരിച്ചുകൊണ്ട് ലഡു കൊടുക്കുന്നത്? വീട്ടുകാരൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു, പുതിയ വീട് തകർന്നപ്പോൾ വിഷമവും നഷ്ടവും ഉണ്ടായി എന്നത് സത്യമാണ്. എങ്കിലും ഞാൻ ഈ വീട്ടിൽ താമസിച്ചതിന് ശേഷമാണ് ഈ വീട് തകരുന്നതെങ്കിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യയും മക്കളും എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു. ദൈവം എന്നോട് കാണിച്ച ഇത്ര വലിയ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ചിരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ലഡു കൊടുക്കുവാനേ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഒന്നും ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന തിരിച്ചറിവുള്ള ഒരു മനുഷ്യനെയാണ് നാം ഇവിടെ കണ്ടുമുട്ടുന്നത്. ഒരു ചെറിയ പനിയോ തുമ്മലോ വന്നാൽ ഞാൻ വെയിലോ മഴയോ കൊണ്ടിട്ടില്ലല്ലോ, പിന്നെ എനിക്കിത് എന്തുകൊണ്ട് ദൈവം വരുത്തി എന്ന് ചിന്തിക്കുന്നവരാണ് നാം എല്ലാവരും. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്നെ രക്ഷിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും അവൻ എന്നെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യാം. ഓർക്കാം ദൈവവചനം, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 4-ാം വാക്യം.